അവസാനം സോഷ്യൽ മീഡിയ വഴി ചർച്ചയായതിനു ശേഷമാണ് ദീർഘകാലം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ ജോലി ചെയ്ത് വിരമിച്ച ആളാണ് രവീന്ദ്രനാഥ്. ഇദ്ദേഹത്തിൻ്റെ രൂപം കുറച്ച് മുമ്പ് വരെ ഇങ്ങനെയല്ലായിരുന്നു. ഒരു ഒറ്റപ്പെട്ട വീട്ടിൽ തളർന്ന് അവശനായി മലമൂത്ര വിസർജ്യങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന പ്രാകൃതനായ ഒരു മനുഷ്യനായിരുന്നു രവീന്ദ്രനാഥ്. ഈ വീടും സ്വത്തും അടക്കം അവർ എഴുതി മേടിച്ചു. അവർക്ക് കൊടുത്തു. എനിക്കൊന്നുമില്ല. അച്ഛനെ വേണ്ട, പണം മാത്രം മതി. ഒരുപാട് സ്വത്തുള്ള അച്ഛനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മക്കളെന്ന് പറയുന്നത് ഒരാൾ അധ്യാപകനാണ്, വേറൊരാൾ ബിസിനസ്മാനാണ്. ആ സ്വന്തം പിതാവിനെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയി. കാരണം വേറൊന്നുമല്ല, രവീന്ദ്രനാഥിൻ്റെ സ്വത്തും പണവും എല്ലാം മക്കൾ കൈക്കലാക്കി. സ്വത്തും പണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തന്തമാരെ വേണ്ടല്ലോ. അങ്ങനെയാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയത്. അങ്ങനെ നല്ലവരായ നാട്ടുകാരറിഞ്ഞു, പോലീസിൽ പരാതിപ്പെട്ടു, ഒരു പ്രയോജനം ഉണ്ടായില്ല. അവസാനം സോഷ്യൽ മീഡിയ വഴി ചർച്ചയായതിനു ശേഷമാണ് ഗാന്ധി ഭവനിലെ ജീവനക്കാർ സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഗാന്ധി ഭവനിലോട്ട് കൊണ്ടുപോയി പുതിയ ജീവിതം നൽകാൻ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള രവീന്ദ്രനാഥന്മാർ ഒരുപാട് പേരുണ്ട്. പ്രായമായി കഴിഞ്ഞാൽ സ്വത്തും പണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് പോവുക. ഭാഗ്യം രവീന്ദ്രനാഥിന് ഒരു വീട്ടിലാണ് അവർ ഉപേക്ഷിച്ച് പോയത്. ചിലർ റോട്ടിലൊക്കെ കൊണ്ട് തള്ളും. ഇങ്ങനെയൊക്കെയുള്ള മക്കളുമാരെ നിയമത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? 2007 നിലവിൽ വന്ന ഒരു ആക്ടാണ് സീനിയർ സിറ്റിസൺ ആക്ട്. ഇങ്ങനെ വൃദ്ധരായ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ജയിലിൽ അടയ്ക്കാനുള്ള വകുപ്പുണ്ട്. അതിന് പരാതി കൊടുക്കേണ്ടത് അതാത് ജില്ലകളിലെ RDOമാർക്ക് മുമ്പിലാണ്. അങ്ങനെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ മക്കളെ വിളിച്ചു വരുത്തി ഒരു കൗൺസിലിംഗ് കൊടുക്കുകയും മാതാപിതാക്കളെ വേണ്ട രീതിയിൽ സംരക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അതിലവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സീനിയർ സിറ്റിസൺ ആക്ട് സെക്ഷൻ 5 സബ് ക്ലാസ് 8 പ്രകാരം മക്കളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള അവകാശമുണ്ട്. ഇനി സ്വത്തുക്കളൊന്നും ഇല്ലെങ്കിൽ ജയിലിൽ പിടിച്ചിടാനും ഈ ആക്ട് പ്രകാരം പറ്റും. ഇനി മാതാപിതാക്കൾ 2007 ശേഷം മക്കൾക്ക് അവരുടെ സ്വത്തുക്കൾ ഇഷ്ടദാനമോ ധനനിശ്ചയാധാരമോ കൊടുത്തു കഴിഞ്ഞാൽ എഴുതി കൊടുത്ത സ്വത്ത് തിരിച്ചെടുക്കാനുള്ള അവകാശവും ഈ ആക്ട് പ്രകാരമുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, 2007 ശേഷമായിരിക്കണം അത് എഴുതി കൊടുത്തിരിക്കേണ്ടത്. മാത്രമല്ല, അതിൽ മാതാപിതാക്കളെ വേണ്ട രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ഒരു ക്ലോസ് കൂടി ആ ഒരു ഇഷ്ടദാനത്തിൽ എഴുതി വെക്കേണ്ടത് അത്യാവശ്യമാണ്. പുഴുവരിച്ച രവീന്ദ്രനാഥന്മാർ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. കരുണയുള്ള നാട്ടുകാർ ഇനിയും ഉണ്ടാവട്ടെ. ഈ വൃദ്ധരായ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകുന്ന മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ അമ്മൂമ്മ പണ്ട് പറഞ്ഞൊരു പഴഞ്ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില ചിരിക്കും. മനുഷ്യനാകണം.